ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇക്മാർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതിനു മുൻപുള്ള വീഡിയോസ് ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് വർക്കിനെ കുറിച്ചും തനി നാടൻ രുചിയെയും മറ്റ് അന്യദേശ വിഭവത്തെയും പറ്റിയായിരുന്നു. അപ്പോൾ ഒരു തുടക്കക്കാരായ ഞങ്ങൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം മുട്ടറമലയുടെ മുകളിലെത്താറായിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് കയറി വന്നതിൻ്റെ ആഗ്രഹം മാറിയിട്ടില്ല. അപ്പം ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ ഒരു സൂപ്പർ കിറ്റിലെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കിറ്റിലെ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം. സൂപ്പർ കിറ്റിലെ ഒരു സ്ഥലം തന്നെ. നമ്മുടെ മുത്തറ മലയുടെ ഏകദേശം നമ്മൾ മേളിലെത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ എവിടുന്ന് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും നമുക്ക് നല്ല കിട്ടിലം വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിവിടുന്ന് ദൂരെയുള്ള നമുക്ക് മലയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മുത്തറ മലയുടെ നമ്മളൊരു 75% നമ്മൾ കയറി. നമ്മൾ മുട്ടറ മലയുടെ ഏകദേശം 90% നമ്മൾ മേളിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ മുട്ടറ മലയുടെ മറ്റൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മുട്ടറ മലയ്ക്ക് ചെറിയൊരു ഐതിഹ്യം കൂടിയുണ്ട്. ആ ഐതിഹ്യം എന്തെന്നാൽ വിശുദ്ധ പർവ്വതമായ ഋഷഭദ്രയെ ലങ്കയിലേക്ക് കൊണ്ടുപോകും വഴി മാരുതിയിൽ നിന്നും അടർന്നു വീണ ഒരു ഭാഗമാണ് മുട്ടറ മല. അപ്പോൾ ഈ മുട്ടറ മലയെ മാരുതിമലയെന്നും പറയാറുണ്ട്. അപ്പം ആ ഒരു മാരുതിയുടെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാവ് പോലെയുള്ള ഒരു ദൈവ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഏകദേശം ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നല്ല കിട്ടിലൻ കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ് നമുക്ക് കഴിക്കുന്നത്. ആ കാറ്റിൻ്റെ സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു ഫീലാണ്, നല്ല തണുത്ത കാറ്റ്. കഷ്ടപ്പെട്ട് കയറി വരുന്നതിൻ്റെ ഒരു സുഖം ഇവിടെ വന്നിരുന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ മുട്ടറ മല വന്നു, ഒരുപാട് നമ്മൾ സീനറിയൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിനി പാറക്കെട്ട് നമ്മൾ ഒരുപാട് പാറക്കെട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാറക്കെട്ടുകളുടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഒരുപാട് പഴക്കം കാണും. ഒരുപാട് പഴക്കം ചെന്ന പാറക്കെട്ടുകളാണ്. പാറക്കെട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ മറ്റൊരു മല പോലെ ചെറിയൊരു സൈഡിൽ ഒരു പാറക്കെട്ടല്ല, ഒരു കുന്നു പോലെ തന്നെ നമ്മൾ ഇത് കണ്ടു. ഇത് നോക്കുമ്പോൾ ഏറ്റവും നല്ല വ്യൂ തന്നെയാണ് നമുക്ക്. ദൂരെയുള്ള മലകളൊക്കെ നമ്മളിവിടെ നിന്നുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് നമുക്ക് കാണാം. ഈ മുട്ടറ മലയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഒരിക്കലും വറ്റാത്ത കുളങ്ങൾ. അത് കുളങ്ങളായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു നീർച്ചാല് പോലെ കെട്ടിക്കിടക്കുന്ന ചെറിയൊരു വെള്ളം. ഇതൊരിക്കലും വറ്റാറില്ല എന്നാണ് പറയുന്നത്. ഇതൊന്നല്ല, മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മുട്ടറ മലയിൽ നമ്മൾ ഈ ക്യാമറയ്ക്കകത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പം ഇതിനകത്ത് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെല്ലാം ഒറ്റയൊരു വ്യൂവിനകത്താണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതങ്ങനെ അല്ല. നിങ്ങൾക്ക് ഈ ക്യാമറയ്ക്കകത്തോട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് തോന്നുന്നതാവും. പക്ഷേ ഇത് പല ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴേ അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും.